നടക്കുന്നതോടുകൂടി നമ്മുടെ വീട് നമുക്കൊരവകാശവുമില്ലാത്തതായി മാറി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് നമുക്കൊരു വീട് വേണമെന്നത്. നല്ല ഒരു വാഹനം വേണം, ഭാര്യ വേണം, മക്കള് വേണം, കുടുംബം വേണം, നല്ല വസ്ത്രങ്ങൾ വേണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. അതിനാണ് ഇവിടെ കിടന്ന് അധ്വാനിച്ചത് മുഴുവനും. എന്നാൽ ഇപ്പോൾ ഞാനങ്ങ് കണ്ണടച്ചാൽ നാളെ ഈ സമയം ഖബറിൽ നമ്മോട് ചോദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറിന് മുൻപ് ഖബറിൽ നമ്മോട് ചോദ്യം നടക്കും. പക്ഷേ 24 മണിക്കൂർ ആകേണ്ട, അവസാന ശ്വാസമങ്ങ് വിട്ട് കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരുടെയും മക്കളുടെയും കുടുംബത്തിന്റെയും ആവശ്യം ഈ മരിച്ച വ്യക്തിയെ കുളിപ്പിച്ച് കഫം ചെയ്ത് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ച് ആരുടെ മണ്ണിന്റെ ഉള്ളിൽ മറവ് ചെയ്യണം. ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് നടക്കുന്നത്. സഹോദരാ, ചിന്തിച്ചു നോക്കൂ, ഞാൻ മരിച്ചാൽ എവിടെ വെച്ചാണ് എന്റെ മയ്യിത്ത് കുളിപ്പിക്കുന്നത്? ഞാൻ ഇന്നലെ വരെ അധ്വാനിച്ചത്, എന്റെ ജീവിതം മുഴുവനും ഗൾഫ് രാജ്യത്ത് തുലച്ചത്, ഇവിടെ കിടന്ന് ശക്തമായ പാറക്കല്ലുകളോട് മല്ലടിച്ചത്, അറബിക്കടലിന്റെ തിരമാലകളോട് അധ്വാനിച്ച് പടവെട്ടിയത്, അങ്ങനെ ഉണ്ടാക്കിയ എന്റെ വീട്, ആ വീടിന് വേണ്ടിയാ ഞാൻ ഈ കഷ്ടപ്പെട്ടത് മുഴുവനും. ആ വീട്ടിൽ കടന്നുകൊണ്ട് എന്റെ അവസാനത്തെ കുളിപ്പിക്കാൻ അവിടെ കൂടിയവർ സമ്മതിക്കുമോ? മനോഹരമായ സൗധം, നല്ല ഗ്രാനൈറ്റ് വിരിച്ച, നല്ല മാർബിൾ വിരിച്ച സുന്ദരമായ ബെഡ്റൂം, ഈട്ടിയുടെയോ തേക്കിന്റെയോ പോളിഷ് ചെയ്ത സുന്ദരമായ കട്ടിൽ, മിനുസമേറിയ ബെഡ് വിരിച്ച് അതിലാണ് ഞാൻ കിടന്നത്. അതിൽ കിടന്നാ മരിച്ചത്. പക്ഷേ ഞാൻ ഇന്നലെ വരെ കിടന്ന എന്റെ ബെഡ്റൂമിൽ വെച്ച്, എന്റെ പ്രൈവറ്റ് റൂമിൽ വെച്ച്, എന്റെ ഭാര്യയും ഞാനും സല്ലപിച്ച് ഇന്ന് വരെ ജീവിച്ച ആ റൂമിൽ വെച്ച് എന്നെ കുളിപ്പിക്കുമോ? കൂടിയവരൊക്കെ പറയും അവിടെ വെച്ച് കുളിപ്പിക്കേണ്ട. എന്താ അവിടെ വെച്ച് കുളിപ്പിച്ചാൽ? വെള്ളം ഒഴിഞ്ഞു പോകാൻ പുറത്തേക്ക് ഓവിട്ടിട്ടില്ല, അതിടാൻ മറന്നുപോയി, അതുകൊണ്ട് അവിടെ വെച്ച് കുളിപ്പിക്കേണ്ട. എന്നാ ഒരു ഓവങ്ങ് കുത്തിയ പോരെ? അതൊരു അരമണിക്കൂർ സമയത്തേക്ക് ഈ സുന്ദരമായ മാർബിൾ കല്ല് പൊട്ടിക്കണമോ? ഈ ഗ്രാനൈറ്റ് പൊട്ടിക്കുകയോ? അതിന് സമാനമായ ഒരു കല്ല് കിട്ടിയില്ലെങ്കിൽ ഈ കല്ല് തന്നെ വാപ്പ എത്ര കഷ്ടപ്പെട്ടാണ് കൊണ്ടുവന്നത്, എവിടെ പോയിട്ടാ ഇത് തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നത്? ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട ആ മാർബിള് അത് പൊട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം? അരമണിക്കൂർ സമയത്തേക്ക് വേണ്ടി നമുക്ക് നല്ല ഷീറ്റുണ്ട്, ആ ഷീറ്റ് കൊണ്ടുവന്ന് ഒരു താൽക്കാലിക മറ കെട്ടി, ഒരു കർട്ടൻ കെട്ടി അതിന്റെ ഉള്ളിൽ കിടത്തി കുളിപ്പിക്കാം. അവസാനത്തെ എന്റെ കുളി എന്റെ വീടിന്റെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുളി, ഈ ദുനിയാവിൽ നിന്ന് പോകുമ്പോഴുള്ള അവസാനത്തെ കുളി, ഇന്ന് വരെ എന്റെ ജീവനും ആരോഗ്യവും മുഴുവനും ഞാൻ കൊടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ, ഞാൻ സമ്പാദിച്ച എന്റെ ജീവിതാഭിലാഷമായ ആ വീട്ടിൽ കിടന്നുകൊണ്ട് എന്റെ അവസാനത്തെ കുളി കുളിക്കാൻ പറ്റില്ല, എന്നെ കുളിപ്പിക്കുകയുമില്ല. വീടിന്റെ സൈഡിലേക്ക് താൽക്കാലികമായ ഒരു ഷീറ്റ് കെട്ടി, ഒരു കർട്ടൻ കെട്ടി, ഒരു മറ കെട്ടി അതിന്റെ ഉള്ളിലേക്ക് ഇറക്കിക്കളയും. എന്നാൽ ഞാൻ ഇന്നലെ ഏത് കട്ടിലിൽ കിടന്ന് മരിച്ചുവോ ആ കട്ടിലിൽ കിടന്ന് കുളിപ്പിക്കുമോ? അതിലും കിടത്തി എന്നെ കുളിപ്പിക്കുകയില്ല. പിന്നെ അതിന്റെ പോളിഷ് നഷ്ടപ്പെടും. അതിൽ ചുടുവെള്ളവും സോപ്പും താളിയൊക്കെ ഉപയോഗിച്ചാൽ അതിന്റെ പോളിഷ് നഷ്ടപ്പെട്ടു പോകും. ചുടുവെള്ളം എന്ന് ഞാൻ പറഞ്ഞു പോയതാ. മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് ചുടുവെള്ളം കൊണ്ടല്ല, മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് തണുത്ത വെള്ളം കൊണ്ടാണ്. ഒന്നാമത് കടലിലെ വെള്ളം കൊണ്ടാ കുളിപ്പിക്കേണ്ടത്. പറഞ്ഞപ്പോൾ ഞാൻ അതാരും തെറ്റിദ്ധരിക്കണ്ട എന്ന് വിചാരിച്ച് കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. ചൂടുവെള്ളം സാധാരണ നാട്ടിലൊരു നടപ്പുണ്ട്. മയ്യിത്ത് ഒരാൾ മരിച്ചു, ആ മരിച്ച വീട്ടിൽ നമ്മൾ കടന്നു ചെന്നാൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്താറുണ്ട്. മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് ചുടുവെള്ളം കൊണ്ടല്ല. എപ്പോഴാണ് മയ്യിത്ത് ചുടുവെള്ളം കൊണ്ട് കുളിപ്പിക്കുക? സോപ്പും താളിയും ഉപയോഗിക്കാൻ സൗകര്യപ്പെടാതെ ആ മയ്യത്തിന്റെ ശരീരത്തിലുള്ള അഴുക്ക് നീക്കിക്കളയാൻ
സോപ്പോ താളിയോ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയും ഈ ചുടുവെള്ളം കൊണ്ട് മാത്രമേ ആ മയ്യത്തിന്റെ ശരീരത്തിലുള്ള അഴുക്ക് കളയാൻ കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ ചുടുവെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത് ചൂടുള്ള വെള്ളം കൊണ്ടല്ല, സാധാരണ കിണറ്റിൽ നിന്ന് മുക്കിയ വെള്ളം കൊണ്ടാണ്. തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ ഫീസറിൽ വെച്ച ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന വെള്ളം കൂട്ടി തണുപ്പിക്കുകയും വേണ്ട. സാധാരണ കിണറ്റിലെ വെള്ളം കൊണ്ട്. ഒന്നാം സ്ഥാനം കടലിലെ വെള്ളം കൊണ്ട് കുളിപ്പിക്കലാണ്, ഉപ്പ് വെള്ളം കൊണ്ട് കുളിപ്പിക്കലാണ്. ഉപ്പ് നമ്മൾ ഇട്ട് കലക്കിയ വെള്ളം പറ്റില്ല, കടലിൽ നിന്ന് മുക്കിക്കൊണ്ടുവന്ന വെള്ളമാണെങ്കിൽ വളരെ നല്ലത് അതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ ഉപ്പ് വെള്ളമോ അല്ലെങ്കിൽ വെള്ളവും സോപ്പും ഒക്കെ ചേർന്നിട്ട് ആ കട്ടിലിന്റെ പോളീസ് നഷ്ടപ്പെടില്ലേ? അതുകൊണ്ട് ആ വെള്ളം കൊണ്ടും കുളിപ്പിക്ക, ആ കട്ടിലിൽ കിടന്ന് കുളിപ്പിക്കണ്ട, അതിന്റെ പോളീസ് കളയണ്ട. ഈ കട്ടിലുണ്ടാക്കാൻ എന്റെ വാപ്പ എത്ര മാത്രമാണ് കഷ്ടപ്പെട്ടത്. പിന്നെ എന്തിൽ വെച്ചാണ് കുളിപ്പിക്കുന്നത്? ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട ഒരു കട്ടിലുണ്ട്, അത് വാപ്പാന്റെ വാപ്പ കിടന്ന തറവാട് കട്ടിലാണ്. അത് വാപ്പാക്ക് വളരെ ഇഷ്ടവുമാണ്. തറവാട് ഓഹരി ചെയ്തപ്പോൾ വാപ്പക്ക് വാപ്പാന്റെ സ്വത്തായിട്ട് കിട്ടി കൈമാറിപ്പോന്ന ഒരു കട്ടിലുണ്ട്. പഴയ മോഡല് കട്ടിലും ദ്രവിച്ചു തുടങ്ങിയതുമായതുകൊണ്ട് ഈ വീട് മനോഹരമാക്കിയപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് അത് ഭംഗിയല്ല. അതിനാൽ അതിന്റെ കാലുകളെല്ലാം അഴിച്ചുകൊണ്ട് അതെവിടെയോ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും, ഇതെന്റെ വല്യാപ്പ് കിടന്ന കട്ടിലാണ്. അങ്ങനെ നോക്കിപ്പോരും. അത്രയും എന്റെ വാപ്പ സ്നേഹിച്ച ഒരു കട്ടിലുണ്ട്. ആ പഴയ തറവാട് കട്ടിൽ കൊണ്ടുവന്ന് ഒരാശാരിയെ വിളിച്ചുകൊണ്ട് അതിന്റെ കാലുകളെല്ലാം ആണിവെച്ച് മേടി ഉറപ്പിച്ച് തൽക്കാലം 1 മണിക്കൂർ സമയത്തേക്കല്ലേ അതിൽ കിടത്തി കുളിപ്പിക്കാമെന്ന് പറഞ്ഞ് ആ മയ്യത്തിനെ ആ കട്ടിലിൽ കിടത്തി കുളിപ്പിക്കുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് മയ്യത്ത് പുറത്തിറക്കി കളഞ്ഞു. ഇതുവരെ കിടന്ന കട്ടിലിൽ പോലും അവസാനത്തെ കുളിപ്പിക്കുകയില്ല. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് എന്നെയും നിങ്ങളെയും കുളിപ്പിക്കുമ്പോൾ, ജീവിതകാലത്ത് ഞാൻ കുളിക്കുന്ന സമയത്ത് ബാത്റൂമിന്റെ വെന്റിലേറ്ററിന്റെ മുകളിൽ കൂടി ഒരാൾ എത്തിപ്പാളി നോക്കിയാൽ, വാതിലിന്റെ പഴുതിൽ കൂടി ഒരാൾ നോക്കിയാൽ ഞാൻ അവനെ വെറുതെ വിടുമോ? ശരിക്കും ഞാൻ ഒരു തോർത്തുമുണ്ട് ധരിച്ചാ കുളിച്ചിരിക്കുന്നത്. ഒറ്റക്ക് ബാത്റൂമിന്റെ ഉള്ളിൽ കുളിക്കുകയാണെങ്കിലും ബാത്റൂമിൽ ആരും കാണാത്ത ബാത്റൂമിലാണെങ്കിൽ പോലും നഗ്നമായി കുളിക്കാൻ പാടില്ല. ഒരു തോർത്തുമുണ്ടെങ്കിലും ധരിച്ചുകൊണ്ടേ കുളിക്കാൻ പാടുള്ളൂ. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഔറത്ത് മറച്ചുകൊണ്ടേ കുളിക്കാൻ പാടുള്ളൂ. ആരും കാണാത്ത സ്ഥലമാണ്, ആരും ഇവിടെ വരാനില്ല, ഞാൻ ഒറ്റക്കേ ഉള്ളൂ. അങ്ങനത്തെ ബാത്റൂമിന്റെ ഉള്ളിലാണ് ഞാൻ കുളിക്കുന്നതെങ്കിലും ഒരു തോർത്തുമുണ്ട് ധരിച്ചുകൊണ്ടേ കുളിക്കാൻ പാടുള്ളൂ എന്നത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. മറച്ചു കുളിക്കലാണ് ഏറ്റവും നല്ലത്. ഔറത്ത് മറച്ചുകൊണ്ട് കുളിക്കണം, അഴിച്ചിട്ട് പൂർണ്ണമായി അഴിച്ചിട്ട് കുളിക്കരുത്. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ലേ കുളിക്കുന്നത്? ഞാനൊരു തോർത്തുമുണ്ടും ധരിച്ചാണ് ബാത്റൂമിൽ കുളിക്കുന്നത്. ഈ സമയത്ത് വെന്റിലേറ്ററിന്റെ ജനലിന്റെ ഉള്ളിൽ കൂടി ക്യാമറ വെച്ചുകൊണ്ട്, മൊബൈൽ ക്യാമറ വെച്ചുകൊണ്ട് ഞാൻ കുളിക്കുന്നത് ഒരാളെ പകർത്തിയാൽ ഞാൻ അവനെ വെറുതെ വിടുമോ? ആ വാതിലിന്റെ ചാവിയിടുന്ന പഴുതിൽ കൂടി മൊബൈലിന്റെ ലെൻസ് വെച്ചുകൊണ്ട് അതിന്റെ ഉള്ളിൽ കുളിക്കുന്ന എന്നെ ഒരാൾ പകർത്തിയാൽ ഞാൻ അവനെ വെറുതെ വിടുമോ? അതേ സമയത്ത് ഇന്ന് ഞാൻ ചലനമറ്റ് കിടന്നു കൊടുക്കുകയാണ്. അതാ ഞാൻ കിടക്കുന്നത് ഒരു പക്ഷേ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന വാടക കട്ടിലായിരിക്കാം, എല്ലാവരെയും മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു കട്ടിലാവാം, അല്ലെങ്കിൽ നേരത്തെ ഞാൻ ഈ പറഞ്ഞ കട്ടിലിന്റെ മുകളിലാവാം. ഞാൻ കൈകാലുകൾ നീട്ടിവെച്ച് നഗ്നമായി കിടന്നു കൊടുക്കുന്നു. എന്റെ ഔറത്തിന്റെ ഭാഗത്ത് ഒരു തോർത്തുമുണ്ട് മാത്രം മടക്കിയിട്ട് ബാക്കിയെല്ലാം അവർ ശരിക്കും ഉരസി കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാളല്ല, രണ്ടാളല്ല, പലരും ചുറ്റുഭാഗത്ത് കൂടി നിന്നുകൊണ്ട് അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ എന്നെ കുറിച്ച് പറയുന്നു. അവരെന്നെ കുളിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ മിണ്ടാതെ കിടന്നു കൊടുക്കുന്നു. അങ്ങനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ശരീരം പൊതിയേണ്ടുന്ന 3 കഷ്ണം തുണിയുണ്ട്. 3 കഷ്ണം തുണിയാണോ ഒരു മയ്യത്തിനെ പൊതിയാൻ? അല്ല,
ഒരൊറ്റ കഷ്ണം മാത്രമാണ് ഒരു മയ്യത്തിന് പൂർണ്ണാവകാശമുള്ളത്. തടയാൻ പറ്റാത്ത അവകാശത്തിന്റെ കഷ്ണം ഒരു കഷ്ണമാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ 3 കഷ്ണം തുണി കൊണ്ട് മയ്യത്ത് പൊതിയാറുണ്ട്. അങ്ങനെ തന്നെയാ പൊതിയേണ്ടതും. പക്ഷേ 3 കഷ്ണം തുണിയിൽ മയ്യത്ത് പൊതിഞ്ഞ് മയ്യത്ത് കട്ടിലിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് ഈ മയ്യത്തിനെ എത്ര കഷ്ണം തുണിയിലാ പൊതിഞ്ഞത്? 3 കഷ്ണം തുണിയിൽ. എന്നാ ഒന്ന് മാറ്റി വെച്ചേക്ക് എന്ന് പറഞ്ഞാൽ അത് മാറ്റി വെക്കണം. 2 കഷ്ണം തുണി ഇതുപോലെ മാറ്റി വെപ്പിക്കാൻ പറ്റിയ ആളുകൾ ഈ രാജ്യത്തുണ്ട്. ഒരു വേള അവർ വിചാരിച്ചാൽ നടക്കും, മാറ്റി വെപ്പിക്കും. ഒരൊറ്റ കഷ്ണം തുണിയിലാണ് ഇപ്പോൾ മയ്യത്ത് പൊതിയുന്നത്. ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, ഈ മയ്യത്തിന് എത്ര കഷ്ണം തുണിയിലാ പൊതിയുന്നത്? 1 കഷ്ണം തുണിയിൽ. അത് മാറ്റിവെക്കടാ എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. കാരണം അത് ഹഖുല്ലാഹി, അല്ലാഹുവിന്റെ ഹഖാണ്. ശരീരം മറച്ചുകൊണ്ടൊരു മയ്യത്തിനെ കൊണ്ടുപോവുക എന്ന ഹക്ക്, അത് തടയാൻ ആർക്കും അവകാശമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അവസാനം പോകാനുള്ളത് ഒരൊറ്റ കഷ്ണം തുണി മാത്രമാണ്. തടയാതെ. അതല്ല, സാധാരണ നമ്മുടെ നാട്ടിൽ 3 കഷ്ണം തുണി കൊണ്ടുപോകാറുണ്ട്. കൊണ്ടുപോവുകയും ചെയ്യാം. വേണമെന്ന് വിചാരിച്ചാൽ ഒരു കൂട്ടം ആളുകൾ തടയാൻ ശ്രമിച്ചാൽ നടക്കും. 2 കഷ്ണം തുണി മാറ്റി വെപ്പിക്കാൻ ഒരു കൂട്ടർ വിചാരിച്ചാൽ നടക്കും. 1 കഷ്ണം തുണിയിൽ മാത്രമാണ് പോകാനുള്ളത്. ആ കഷ്ണം തുണി വാങ്ങാൻ വേണ്ടി തൊട്ടടുത്തൊരു കടയിൽ ചെല്ലുമ്പോൾ ആ തുണിക്കടയിൽ ചെന്ന്, വാപ്പ മരിച്ചുപോയി, വാപ്പാനെ പൊതിയാൻ കഷ്ണം തുണി വേണം. ഈ മനുഷ്യനതാ എടുത്തിടുന്നു, 1 ടാക്ക തുണി എടുത്തിടുന്നു. ആ തുണി അങ്ങ് നിവർത്തി പിടിച്ചു നോക്കിയപ്പോൾ, പടച്ചവനെ, എൻ്റെ വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതിൽ നിന്ന് 1 കഷ്ണം മുറിച്ചെടുത്തുകൊണ്ട് 1 ഷർട്ട് തുന്നാറില്ല. എൻ്റെ വാപ്പ തുന്നുകയുമില്ല. എവിടെയെങ്കിലും ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് 1 തുണി ഉടുക്കാൻ വേണ്ടി, ജുമാക്ക് പോകാൻ 1 തുണി ഉടുക്കാൻ വേണ്ടി ഈ ടാക്കയിൽ നിന്ന് മുറിക്കുകയില്ല. അത്രയും നേരിയതും നിസ്സാരമായതുമായ താഴ്ന്ന തുണി കണ്ടപ്പോൾ സ്വാഭാവികമായും നാം ചോദിച്ചു പോകുന്നു, ഇതല്ലാത്ത മറ്റൊന്നില്ലേ? കുറച്ചുകൂടി നല്ലതൊന്നില്ലേ? എടാ, ഇത് തന്നെ എല്ലാവരും കൊണ്ടുപോകല്. അതേ, അവൻ സമ്മതിച്ചു. അത് തന്നെയാ എല്ലാവരും കൊണ്ടുപോകുന്നത്. ആ കഷ്ണം തുണി മുറിച്ചെടുത്തുകൊണ്ട് അവൻ പോരുമ്പോൾ വീട്ടിൽ വന്ന് വാപ്പാനെ പൊതിയുന്നു, മയ്യത്തിനെ പൊതിയുന്നു. ആ മയ്യത്തെടുത്തുകൊണ്ട് പുറത്തേക്ക് എടുത്തു വെക്കുന്നു. നമ്മുടെ നാട്ടിൽ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത്, നാം ഒന്ന് ചിന്തിക്കുകയും വിലയിരുത്താൻ വേണ്ടി പറയുകയാണ് ഞാൻ. ഇത് നാം നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ മയ്യത്ത് മുറ്റത്തേക്ക് എടുത്തു വെച്ച്, പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിലേക്കാണ് മയ്യത്ത് എടുത്തു വെക്കുന്നത്. അതാ, ഞാൻ ഇന്നലെ വരെ യാത്ര ചെയ്ത ശീതീകരിച്ച സുന്ദരമായ വിലപിടിപ്പുള്ള കാറ് പോർച്ചിൽ കിടക്കുന്നു. ഇതുവരെ ഞാൻ യാത്ര ചെയ്തത് അതിലാണ്. ആ 1 കാറ് വാങ്ങാൻ വേണ്ടി ഞാൻ എത്രയാണ് മോഹിച്ചത്, എത്രയാണ് അതിനുവേണ്ടി ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചത്. എൻ്റെ ഒരാഗ്രഹമായിരുന്നു, എനിക്കൊരു കാറ് വേണമെന്ന്. അങ്ങനെ ഞാൻ കുറേ രാത്രികൾ ഉറക്കമൊഴിച്ചു, എന്നാണ് എനിക്കൊരു കാറുണ്ടാവുക എന്ന്. അങ്ങനെ കിട്ടിയതാണ് ഈ കാർ. ഇത് വാങ്ങാൻ വേണ്ടി ഞാൻ എത്രയോ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ കാറിനോട് എൻ്റെ മനസ്സിലുള്ള സ്നേഹം എത്രയാണ്. അത് കഴുകി തുടച്ച് വൃത്തിയാക്കി കൊണ്ട് നടക്കുന്നു. ഒരു പോറലേൽക്കാതെ. അതിനാരെങ്കിലും വല്ല കുട്ടികളും അതിൽ വരച്ചാൽ ഒരു പക്ഷേ ഞാൻ കുട്ടികളെ പിടിച്ചടിച്ചേക്കാം. ഈ നിലക്ക് സ്നേഹിച്ചാണ് ഞാൻ എൻ്റെ കാറ് കൊണ്ട് നടക്കാറുള്ളത്. ആ കാറിലാണ് എൻ്റെ യാത്ര മുഴുവനും ഞാൻ ചെയ്യാറുള്ളത്. ആ കാറ് അതാ അവിടെ കിടക്കുന്നു. ആ വിലപിടിപ്പുള്ള കാറിന്റെ മുന്നിലെ സീറ്റ് ഇങ്ങോട്ട് മലർത്തിയിട്ടാൽ ഒരാൾക്ക് ശരിക്കും കിടക്കാം. വാപ്പാന്റെ അവസാനത്തെ യാത്ര ജീവിതാഭിലാഷമായ കാറിലായിക്കോട്ടെ എന്ന് അവിടെ കൂടി ആരെങ്കിലും പറയുമോ? സഹോദരാ, നമ്മുടെ അവസാനത്തെ യാത്ര കാറിൽ പോകാൻ കഴിയുമോ? അപ്പോഴും പോകുന്നത് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിൽ തന്നെ. ഈ കട്ടിലിന്റെ സ്ഥിതി എന്താണ്? നേരത്തെ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഒറീസയിൽ നിന്നോ വന്ന ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലെ ഹോട്ടലിന്റെ പുറകുവശത്ത് വിറക് വെട്ടി ജീവിക്കാറുണ്ട്.
ആ ഹോട്ടലിലേക്ക് ആവശ്യമായ വിറക് കൊത്തി ജീവിക്കാറുണ്ട്. പേര് ചോദിച്ചപ്പോൾ അബൂബക്കർ എന്നാ പേര് പറഞ്ഞത്, ഒരു മുസ്ലിമിന്റെ പേരാണ്. അങ്ങനെ അയാൾ ജീവിച്ചു. ഒരു വൃത്തിയുമില്ല, ഒരു ചെറിയ തോർത്തുമുണ്ടാണ് ധരിക്കാറുള്ളത്. എന്ന് കുളിച്ചതാണോ ആവോ, മുടി വെട്ടിയിട്ട് എത്ര ദിവസമായി, ഒരു പ്രാകൃത രൂപമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് അബൂബക്കർ എന്ന് പറഞ്ഞതുകൊണ്ട്, മുഹമ്മദ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെല്ലാവരും അയാൾ മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കി. അദ്ദേഹം മരിച്ചു. എവിടെയാ മയ്യിത്ത് മറവ് ചെയ്യുക? നമ്മുടെ നാട്ടിലെ പള്ളിക്കാട്ടിൽ തന്നെ. ആ അബൂബക്കറിനെ കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്ത് കൊണ്ടുപോയത് ഈ മയ്യിത്ത് കട്ടിലാണ്. ആ മയ്യിത്ത് കട്ടിൽ പള്ളിയിൽ കൊണ്ടുപോയി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, മണിക്കൂറുകളായിട്ടേ ഉള്ളൂ, കഴുകിയിട്ടില്ല, ഒന്ന് തുടച്ചു വൃത്തിയാക്കിയിട്ടില്ല. ആ അണ്ണാച്ചിയെ കൊണ്ടുപോയി മറവ് ചെയ്ത മയ്യിത്ത് കട്ടിൽ കൊണ്ടുവരുന്നു നമ്മുടെ വീട്ടിലേക്ക്. ആരെങ്കിലും ചോദിച്ചോ ഇതൊന്ന് കഴുകിയോ? എന്റെ കാറിന്റെ സ്ഥിതി എന്താ? നമ്മുടെ കാർ ദൂരയാത്ര കഴിഞ്ഞു വന്നാൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് യാത്ര ചെയ്യാൻ കൊടുത്തു, അയാളയാളുടെ കുട്ടികളെയും മക്കളെയും കൊണ്ട് യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോ കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കൊടുത്തിരുന്നു. അവനത് തിന്നിട്ട് ആ മിഠായിയുടെ അവശിഷ്ടങ്ങളൊക്കെ അതിന്റെ ബാക്ക് സീറ്റിലും സൈഡിലും ഒക്കെ കിടക്കുന്നു. അതൊന്ന് സർവീസ് ചെയ്തിട്ടേ നമ്മൾ പിന്നെ യാത്ര ചെയ്യൂ. അത്രക്ക് സൂക്ഷിച്ചതാണ്. ഈ നിലക്ക് സൂക്ഷിച്ച് നമ്മുടെ കാറ് അവിടെ കിടക്കുമ്പോ ആരെങ്കിലും ചോദിച്ചോ ഈ മയ്യിത്ത് കട്ടിലൊന്ന് കഴുകിയിട്ടുണ്ടോ, അതൊന്ന് തുടച്ചു വൃത്തിയാക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. വാഹനം വന്ന് റെഡിയായി അതിന്റെ മുകളിലേക്ക് കയറ്റിക്കടത്തി എല്ലാവരും കൂടി യാസീനോദി ദുആ ചെയ്ത് മയ്യിത്ത് കൊണ്ടുപോകുന്നു. കൂടി നിൽക്കുന്ന ആളുകളെല്ലാവരും കൂടി ദിക്റും ചൊല്ലി ചുമന്നു പോകുന്നു. എന്റെ വാപ്പാന്റെ അവസാനത്തെ യാത്ര ഈ കാറിലായിക്കോട്ടെ എന്ന് മക്കള് പറയില്ല, അവിടെ കൂടിയവരും പറയില്ല. അങ്ങനൊരു പതിവും ഇല്ല. ആ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ സാധാരണ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഗേറ്റിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ എൻ്റെ മക്കൾ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഉപ്പാ എന്ന് വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നിന്നിട്ട് എന്താ മക്കളെ വേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഭാര്യ വിളിക്കും, നിങ്ങൾ എപ്പോഴാ വരുന്നത്, എന്താ വേണ്ടത്, നിനക്കെന്താ വേണ്ടത്? അവൾ എന്തെങ്കിലും പറയും, അതേ ഞാൻ കൊണ്ടുവരാന്ന് പറയും. കുറച്ചുകൂടി അങ്ങോട്ട് എത്തിയപ്പോഴാണ് ഉമ്മ വന്നിട്ട്, മോനെ എന്താ ഉമ്മ വേണ്ടത്? ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നു, ഉമ്മാക്ക് എന്താ വേണ്ടത്? ഉമ്മാന്റെ ആവശ്യം പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം ഉമ്മ, ഞാൻ പെട്ടെന്ന് വരാം. നീ എപ്പോഴാ വരാ? ഞങ്ങൾ വന്നിട്ടേ കിടക്കൂ, ഞാൻ പെട്ടെന്ന് വരാം ഉമ്മ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ പോകുന്നതെങ്കിൽ ഈ സമയത്ത് പോകുമ്പോ വഖൽഫി കരീമാതുൻ അലയ്യാ ബവാകിയ വഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വഇതറതി യുനാദൂന ഖൽഫൻ നാസി മല്ലാ യുജീബുഹും വഖദ് കുന്തു ഫിദ്ദുനിയാ സരീഅൽ ഇജാബതി. പോകുന്ന സമയത്ത് ഉപ്പായ എന്റെ മക്കൾ വിളിക്കുന്നുണ്ട്, ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല. എന്റെ ഭാര്യ വിളിക്കുന്നുണ്ട്, അവര് കരയുന്നുണ്ട്. വീട്ടിന്റെ അകത്തുള്ളവര് മുറ്റത്തേക്ക് വരെ ഇറങ്ങിയിട്ട് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. മയ്യത്തും മയ്യത്തിന്റെ കൂടെയുള്ള ആളുകളും ഗേറ്റ് കടന്നുകൊണ്ട് ഈ വീടിനെ തൊട്ട് അകന്നങ്ങ് പോകുമ്പോ വീട്ടിന്റെ അകത്തളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടിലെത്തി. അവർ ആളുകൾ പോയപ്പോ മുറ്റത്തേക്ക് ഇറങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഗേറ്റ് വരെ ഓടി വന്നിട്ട് പെണ്ണുങ്ങൾ കരയുകയാണ്, തിരിഞ്ഞു നോക്കുന്നില്ല. ഉമ്മ വിളിക്കുന്നു, പൊന്നു മോനെ. മകൻ തിരിഞ്ഞു നോക്കുന്നില്ല. ജീവിതകാലത്ത് അവരൊക്കെ എന്നെ വിളിച്ചപ്പോ ഞാൻ തിരിഞ്ഞു നോക്കി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തതാണ്. ഞാൻ ഓടിച്ചെന്നിട്ട് എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചതാണ്. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കാതെ പോവുകയാണ്. أيتاما صغارا وعانق عرسك البعل الجديد. ഉപ്പ മരണപ്പെട്ട് മയ്യിത്ത് കൊണ്ടുപോകുമ്പോ മക്കള് ഉമ്മാന്റെ കൈവിരലിൽ പിടിച്ചു തൂങ്ങിയിട്ട് ഉപ്പ എപ്പോഴാണ് തിരിച്ചു വരുന്നത് ഉമ്മ? അറിയാത്ത കുഞ്ഞുങ്ങൾ ചോദിക്കുന്നു. യത്തീം മക്കളായി മാറിപ്പോയി, അവരുടെ പേര് യത്തീം എന്നായി മാറിപ്പോയി. ആ ഭർത്താവിനെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്ത് ദിവസങ്ങൾ കഴിയുമ്പോ ഈ പെണ്ണിന്റെ കൂടെ മറ്റൊരു ഭർത്താവ് വന്ന് സല്ലപിക്കാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ ദുനിയാവിലെ നമ്മളെ മക്കളും കുടുംബങ്ങളും. നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ വസ്ത്രം, നമ്മുടെ സർവസ്വവും നിമിഷ നേരം കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടില്ല.
അപ്പോഴേക്ക് നമ്മുടേതല്ലാതെയായി അനുഭവിച്ചു കഴിഞ്ഞു. ഇത്രയും കാലം നാം അധ്വാനിച്ചത് ഇതിനു വേണ്ടിയാണ്. അവസാനം എന്റെ ജീവിതാഭിലാഷമായ എന്റെ ഭാര്യ മറ്റൊരാളുടേതായി മാറി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യ ആരാ? ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവിനെ കവച്ചു വെക്കുന്ന ഒരു പെണ്ണുണ്ടോ? സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നേതാവല്ലേ. സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന പെണ്ണുങ്ങളുടെ പതാകവാഹകയായ ലീഡറായ പെണ്ണാണ് ഫാത്തിമത്തു സുഹ്റ. ബിദ്അത്തും മിന്നി, ഫാത്തിമ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചു. എത്രയാണ് ഫാത്തിമയും അലിയും സ്നേഹിച്ചത്! അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയും സ്നേഹിച്ചതിന് കയ്യും കണക്കുമില്ല. വല്ലാത്ത സ്നേഹം കൊണ്ട് ഊട്ടപ്പെട്ടവരാണവർ. പക്ഷേ ഫാത്തിമ ബീവി മരണപ്പെട്ടപ്പോൾ, വഫാത്തായപ്പോൾ, അലി റളിയല്ലാഹു അൻഹു, ധീരശൂര പരാക്രമിയായ അലി റളിയല്ലാഹു അൻഹു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് കരഞ്ഞുകൊണ്ട്, എന്റെ ഫാത്തിമ എനിക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ലികുല്ലി ജിത്മാഇൻ മിൻ ഖലീലൈനി ഫുർഖതു വകുല്ലു അല്ലദീ ദൂനൽ ഫിറാഖി ഖലീലു. എല്ലാവരും പിരിഞ്ഞു പോകും. ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞോ, ഇനി എല്ലാവരും പിരിയും. പിരിയാത്ത ഒന്ന് ദുനിയാവിലില്ല. അങ്ങനെ പിരിയാതിരിക്കുകയാണെങ്കിൽ ഞാനും എന്റെ ഫാത്തിമയും പിരിയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ പിരിഞ്ഞില്ലേ, അതുകൊണ്ട് മനസ്സിലാക്കാം ഇനി ദുനിയാവിൽ പിരിഞ്ഞു പോകാൻ ആരുമില്ല. ഈ വിഷമം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവ് ഉഗ്രമായ മുറിവാണ്. ഫാത്തിമയുടെ വേർപാട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ഉഗ്രമായ മുറിവ്. തന്റെ മനസ്സിന്റെ വേദന കൊണ്ട് എടുത്തു പാടിയ പാട്ടുകൾ ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. 2 ആഴ്ച കഴിഞ്ഞു അലി റളിയല്ലാഹു അൻഹു വേറെ വിവാഹം ചെയ്തു. ഇതൊരു ദുർബലതയല്ല, ഒരു കുറ്റമല്ല, ഒരു കുറവല്ല. ഫാത്തിമ ബീവി വഫാത്തായിട്ട് 1 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അലി റളിയല്ലാഹു അൻഹു വേറെ വിവാഹം ചെയ്തു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ സേവനത്തിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ച ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ പാറിക്കളിക്കുന്ന തയ്യാർ, ജഅഫറുനി തയ്യാർ. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഷഹീദായി. അല്ലാഹുവിന്റെ റസൂൽ വന്നുകൊണ്ട് ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ വീട്ടിൽ വന്നു. എവിടെ ജഅഫറിന്റെ മക്കൾ? ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ വിളിച്ചിട്ട് ആ മക്കളുടെ കയ്യിൽ, ആ തലയിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ തടകി. കുറച്ചു സമയം ആ മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് സ്നേഹവായ്പോടുകൂടി ഇങ്ങനെ തടകിയപ്പോ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അസ്മാ ബീവിക്ക് ഒരു സംശയം. എന്താ റസൂൽ തന്റെ കുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു സ്നേഹവായ്പോട് കൂടിയുള്ള തടകൽ? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ദുർലക്ഷണമുണ്ടോ? എന്തെങ്കിലും അപകടം സംഭവിച്ചു പോയോ? അപ്പോൾ ആ അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല നബിയേ, എന്റെ ഭർത്താവിനെ തങ്ങൾ യുദ്ധത്തിന് പറഞ്ഞയച്ചതാ. തങ്ങളുടെ ഈ പ്രവൃത്തി കാണുമ്പോ എനിക്കൊരു സംശയം തോന്നുന്നു, എന്റെ ഭർത്താവിന് വല്ല അപകടവും പറ്റിയോ? അസ്മാ, അങ്ങയുടെ ഭർത്താവ് ജഅഫർ യുദ്ധക്കളത്തിൽ ഷഹീദായി പോയി. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വിധവയായി മാറി, മക്കൾ യതീമക്കളായി. ആ യതീമിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് റസൂൽ ഇങ്ങനെ തടകിയപ്പോൾ ജഅഫറിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്ക് സംശയം വന്നതാണ്. യതീമായ കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ തടകുന്നത് വലിയ പുണ്യമുള്ള അമലാണ്. ആ യതീം കുട്ടിയുടെ തലയിൽ എത്ര മുടികളുണ്ടോ, ആ തടകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എത്ര മുടികൾ പെട്ടുപോയോ, ആ മുടിയുടെ എണ്ണം കണ്ട് നമ്മുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുകയാണ്. ഇത്രയും വലിയ സ്നേഹമാണ് റസൂലുള്ളാഹിന്റെ ഈ പ്രവൃത്തിയിൽ നിന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനെയാണ്. അസ്മാ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു. ഷഹീദായി പോയി. ഉടനെ അസ്മാ അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി, എന്റെ ഭർത്താവ് ഷഹീദായി. എന്നിട്ട് അസ്മാ റളിയല്ലാഹു അൻഹ സങ്കടപ്പെട്ടുകൊണ്ട് കുറേ പാട്ടുകൾ പാടി. ആ കൂട്ടത്തിൽ പറയുന്നു, ഇനി എനിക്ക് ഒരു ഭർത്താവും വേണ്ട, എന്റെ ഭർത്താവ് എന്നെ വിട്ടുപിരിഞ്ഞില്ലേ, ഇനി ദുനിയാവിൽ നിന്ന് എനിക്ക് ഭർത്താവ് വേണ്ട. എന്റെ ശരീരം ആരെങ്കിലും കാണുകയാണെങ്കിൽ മണ്ണ് പുരട്ടിയതാണോ
കളിമണ്ണിൽ കിടന്ന് ഉരുണ്ട് പുരണ്ടതാണോ എന്ന് ചിന്തിക്കത്തക്ക വിധത്തിലേ ഞാൻ നടക്കുകയുള്ളൂ. ആര് കണ്ടാലും എന്നെ ആകർഷിക്കുകയില്ല. ഈ വിധത്തിലേ ഞാൻ ഇനി ജീവിക്കുകയുള്ളൂ. അലക്കാനും കുളിക്കാനും എല്ലാം മറന്നു പോകുന്ന ഒരു ഹൃദയമാണ് ഇന്ന് എനിക്കുള്ളത്. അലങ്കാരം എനിക്ക് വേണ്ട, അത്തർ ഞാൻ ഉപയോഗിക്കുകയില്ല, സുഗന്ധം പൂശുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തനി ഒരു പ്രാകൃത രൂപം പ്രാപിക്കുന്ന രൂപത്തിൽ പാട്ടുപാടി. ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹാ ഭർത്താവിനെ വിട്ടുപിരിഞ്ഞതിൽ ആ സന്ദർഭത്തിലുണ്ടായ സങ്കടം. ഒരു പെണ്ണ് മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ ഭർത്താവിന് പിന്നെ ഒരു വിവാഹം ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ വിവാഹം ചെയ്യാം. 1 മണിക്കൂറും വേണ്ട, കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ഭർത്താവ് മരിച്ചാൽ പെണ്ണിനെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ 4 മാസവും 10 ദിവസവും കഴിയണം. അത് ഖുർആനിന്റെ നസ്സാണ്. ഒരു ഭർത്താവ് മരിച്ച പെണ്ണിനെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ 4 മാസവും 10 ദിവസവും കഴിയണം. അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് യുദ്ധക്കളത്തിൽ ഷഹീദായതാണ്. മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ 4 മാസം 10 ദിവസവും കഴിയണം. 4 മാസവും 10 ദിവസവും കഴിഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ വിവാഹം ചെയ്തു. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ വിവാഹം ചെയ്തു. വിവാഹം ചെയ്ത് വീട്ടിൽ കൂടിയ അന്ന് അലി റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ ചെന്നു. അലി റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, അല്ല അസ്മാ, സിദ്ദീഖ്, നിങ്ങൾ ഇന്ന് വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ ഭാര്യയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നാ ചോദിച്ചോ. ഞാൻ ഈ കർട്ടന്റെ അപ്പുറത്ത് നിന്നിട്ടേ ചോദിക്കുള്ളൂ, അതുകൊണ്ട് എനിക്ക് സമ്മതം കിട്ടണം എന്നുള്ള അർത്ഥത്തിന്. അതെ, അലി റളിയല്ലാഹു അൻഹുവിന് സമ്മതം കൊടുത്തു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തു. എന്തെങ്കിലും വല്ലത്തിയ കാര്യങ്ങൾ പറയാനാവും, ദീനിയായ കാര്യങ്ങൾ നല്ലതുമല്ലേ പറയുള്ളൂ. അലി റളിയല്ലാഹു അൻഹു അല്ലേ, പേടിക്കാനൊന്നുമില്ലല്ലോ, അവിടെ യാതൊരു അനാവശ്യമായ മേഖലകളുമില്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആ കർട്ടന്റെ സമീപത്ത് ചെന്നപ്പോൾ ഭയങ്കര അത്തർ അടിച്ചു വീശുന്നു, സുഗന്ധം. അസ്മാ, അങ്ങാടിയിലൊക്കെ കുട്ടികൾ ഇങ്ങനെ ഓരോ പാട്ട് പാടി നടക്കുന്നുണ്ട്. ആരാണ് ആ പാട്ടിന്റെ കർത്താവ്? പാട്ടെന്താണ്? പാട്ടങ്ങ് പാടിക്കൊടുത്തപ്പോ അസ്മാ റളിയല്ലാഹു അൻഹ ലജ്ജിച്ചു പോയി. പണ്ട് താൻ പാടിയതാ, അസ്മാ റളിയല്ലാഹു അൻഹ പാടിയതാണ്. ഞാനിങ്ങനെ ഭർത്താവിന്റെ കൂടെ ജീവിക്കൂല, അത്തർ പൂശൂല, അലക്കൂല, കുളിക്കൂല, മുടി ചീകൂല, ചളിമണ്ണിൽ കിടന്ന് ഉരുണ്ട് എഴുന്നേറ്റ് വരികയാണെന്നോ ആളുകൾ തോന്നത്തക്ക വിധത്തിലേ ഞാൻ ഇനി മറ്റൊരാൾ എന്നെ കണ്ടാൽ അങ്ങനെ തോന്നൂ, ആ വിധത്തിലേ ഞാൻ ജീവിക്കൂ എന്ന് പറഞ്ഞതാ. ഈ പറഞ്ഞതൊക്കെ ആരാ? അസ്മാ റളിയല്ലാഹു അൻഹ ലജ്ജിച്ചിട്ട് പറഞ്ഞു, അന്ന് എന്റെ നാവും ഹൃദയവും ഒന്നായിരുന്നു, ഇപ്പോൾ എന്റെ ഹൃദയത്തിന് മാറ്റം വന്നിരിക്കുന്നു. ഇദ്ദ കഴിഞ്ഞിട്ടേ ഉള്ളൂ, 4 മാസം 10 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭാര്യക്ക് വേറെ ഭർത്താവ് വന്നു ചേർന്നു. നമ്മുടെ മക്കളൊക്കെ നമ്മൾ വിട്ടുപിരിഞ്ഞു. നമ്മുടെ സ്വത്തിന് വേണ്ടി തല്ലുകൂടാൻ തുടങ്ങി. ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച, നാട്ടിൽ കിടന്ന് പേറി പണിയെടുത്തുണ്ടാക്കിയ സമ്പത്തിന്റെ പേരിലാണ് നമ്മുടെ മക്കൾ തമ്മിൽ തല്ലിപ്പിരിയുന്നത്. അതുവരെ സ്നേഹത്തിൽ കഴിഞ്ഞുകൂടിയ സന്താനങ്ങൾ, ഓരോ വാപ്പയുടെ മക്കള് എന്തുമാത്രം സ്നേഹത്തിനും ഐക്യത്തിനും കഴിഞ്ഞവരാണ്. ഇന്നിപ്പോൾ അവർ തല്ലിപ്പിരിഞ്ഞത് വാപ്പാന്റെ സ്വത്ത് ഓഹരി ചെയ്യുന്നിടത്താണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഖബറിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ, മണ്ണിട്ട് കഴിഞ്ഞ് തിരിച്ചു പോന്നാൽ മയ്യത്തിന്റെ തലഭാഗത്ത് നിന്നുകൊണ്ട്, അതാ ആ മയ്യത്തിന്റെ തലഭാഗത്ത് നിന്ന് മണ്ണ് വാരിയിട്ട്, മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെയാണ് മടക്കം, വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, ഇനി ഒരു സന്ദർഭത്തിൽ ഈ മണ്ണിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ഈ പറയുന്ന 3 ആയത്തുകൾ വാരിയിട്ട് മയ്യത്തിന്റെ മുഖത്തേക്ക്, വാപ്പാന്റെ മുഖത്തേക്ക് മക്കള് വാരിയെറിഞ്ഞുകൊണ്ട്, സ്നേഹിതന്മാര് വാരിയെറിഞ്ഞുകൊണ്ട് ഒറ്റപ്പെട്ട ഒരു റൂമിനുള്ളിലിട്ട് അടച്ചു പൂട്ടിയിട്ട് തിരിച്ചു പോരുന്നു. അടുത്ത വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുമ്പോ വലിയ ഭക്തി, പടച്ചോനെ എന്റെ വാപ്പാന്റെ ഖബറിങ്ങലൊന്ന് പോണം. ഉമ്മ മോനോട് പറയുന്നത്, മോനെ ജുമുഅ കഴിഞ്ഞു വരുമ്പോ വാപ്പാന്റെ ഖബറിങ്ങ പോയിട്ട് വേണം വരാൻ. ആദ്യത്തെ 1-2 വെള്ളിയാഴ്ച തരക്കേടില്ലായിരുന്നു. വെള്ളിയാഴ്ച പോയിട്ട് ജുമുഅ കഴിഞ്ഞു പോരുമ്പോ
ഖബറിന്റെ അടുത്തൊക്കെ പോയി വാപ്പാക്ക് സലാം പറഞ്ഞ് ദുആ ഇരുന്നിട്ടാ വരാറുള്ളത്. ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ? 2-3 വെള്ളിയാഴ്ച അങ്ങ് കഴിഞ്ഞപ്പോ നാട്ടിൽ മരണം അങ്ങ് കൂടാൻ തുടങ്ങി. ഇപ്പൊ മരണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപകട മരണങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ മരണം അങ്ങ് വർദ്ധിച്ചു. മയ്യിത്തങ്ങോട്ട് വരാൻ തുടങ്ങി. ഇവൻ 1-2 വെള്ളിയാഴ്ച ജുമുഅക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ പോയിട്ട് പെട്ടെന്ന് പോരേണ്ടി വന്നു. വാപ്പാന്റെ ഖബറിങ്ങ പോകാൻ കഴിഞ്ഞില്ല. ഈ സദസ്സിലിരിക്കുന്ന തല നിറച്ച കാരണവന്മാരെ, നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ, നിങ്ങളുടെ കുട്ടിക്കാലങ്ങളിൽ പള്ളിക്കാടിന്റെ പരിസര പ്രദേശങ്ങളിൽ ജുമുഅ കഴിഞ്ഞാൽ 100 കണക്കിന് മനുഷ്യന്മാര് സിയാറത്ത് ചെയ്തിരുന്നില്ലേ? ഇന്ന് സിയാറത്തൊക്കെ വളരെ കുറഞ്ഞു പോയി. ബാപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നത്, കുടുംബത്തിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നത്, ഭാര്യയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്വഭാവം വളരെ കുറഞ്ഞു പോയി. 2 വെള്ളിയാഴ്ച പോകാൻ പറ്റിയില്ല. പിന്നെ ചെന്ന് നോക്കുമ്പോ കുറെ പുതിയ പുതിയ ഖബറുകൾ വന്നിട്ടുണ്ട്. ഏതാപ്പോ വാപ്പാന്റെ ഖബർ? അതാന്നാ തോന്നുന്നത്. സംശയായി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ വാപ്പാന്റെ ഖബർ ഏതാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇതല്ലേ എന്റെയും നിങ്ങളുടെയും ജീവിതം? ഇതല്ലേ ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ജീവിതത്തിന് വേണ്ടിയാണോ യാ ഖാദിമൽ ജിസ്മികം തസ്ആ ലി ഖിദ്മതിഹി അതത്ലുബു الربح മിമ്മാ ഫീഹി ഖുസ്റാനു? ഇതിനു വേണ്ടിയല്ലേ കിടന്ന് അധ്വാനിച്ചത് മുഴുവനും? ഇതാണോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണെങ്കിൽ, ദുന്യാവാണെങ്കിൽ എന്താണ് താൻ ജോലി ചെയ്യുന്നത്? എന്തിനാണ് ജീവിക്കാൻ? എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മറുപടിയിൽ ദുനിയാവ് സമ്പാദിക്കാൻ, നല്ല ഒരു വീടുണ്ടാക്കാൻ, എനിക്ക് കുറെ പറമ്പ് വാങ്ങിക്കൂട്ടണം, എനിക്ക് കുറെ മക്കള് വേണം, നല്ല ഒരു ഭാര്യ വേണം, നല്ല ഒരു വീട് വേണം, കാറ് വേണം എന്നൊക്കെയാണ് നമ്മുടെ മറുപടി. അതിനാണ് കിടന്ന് അധ്വാനിക്കുന്നതെങ്കിൽ നമ്മുടെ വീട് ഇപ്പോൾ എന്താണ് അവസ്ഥ? നമ്മുടെ നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ എന്താണ് അവസ്ഥ? നമ്മുടെ കാറ് നമുക്ക് എന്താണായത്? ഇവിടെ നിന്ന് കണ്ണടക്കുന്നതോടുകൂടി സർവസ്വവും വിട്ടെറിഞ്ഞുകൊണ്ട് ഒരൊറ്റ കഷ്ണം തുണിയാണ് എനിക്ക് നിർബന്ധമായി അവകാശപ്പെടാനുള്ളത്. അതെല്ലാം 3-ൽ പൊതിഞ്ഞേക്കാം. 3 കഷ്ണം തുണി കൊണ്ട് ഖബറിൽ പോയി കിടക്കുമ്പോ കവിൾത്തടത്തിൽ നിന്ന് ആ തുണി ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതാ ഈ സുന്ദരമായ കവിള് മണ്ണിലേക്ക് ഒട്ടിച്ചു വെച്ചില്ലേ? അവന്റെ തലയുടെ ഭാഗത്ത് കെട്ടഴിച്ചുകൊണ്ട് ആ കഫംപുടവ നീക്കി ശരിക്ക് ആ നഗ്നമായ മുഖം, കവിൾത്തടം മണ്ണിന്റെ തലയിണ ഉണ്ടാക്കി വെച്ച് അതിലേക്ക് ഒട്ടിച്ചു ചേർത്തു കഴിഞ്ഞുവെങ്കിൽ ദുന്യാവിന് വേണ്ടി അധ്വാനിച്ചിട്ട് എന്താ കാര്യം? ജീവിതത്തിൽ എന്നാ ദുന്യാവ് വേണ്ടാന്നാണോ? ദുന്യാവ് തീരെ വേണ്ടാന്നാണോ പറഞ്ഞത്? അങ്ങനെയല്ല, ദുന്യാവ് വേണം. കാരണം ദുന്യാവിൽ ജീവിച്ചുകൊണ്ടേ ആഖിറം നേടാൻ കഴിയൂ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസന. ദുന്യാവ് വേണം. മർമ്മപ്രധാനമായ ലക്ഷ്യം ദുനിയാവല്ല. ആ ദുന്യാവിന് വേണ്ടി ജീവിച്ചിട്ട് കാര്യവുമില്ല. ദുന്യാവ് നമ്മളെ വഞ്ചിക്കും, ദുന്യാവ് നമ്മളെ ചതിക്കും. അദ്ദുനിയാ ജീഫത്തുൻ വതാലിബുഹാ കിലാബ്. അതുകൊണ്ടല്ലേ സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ ഇന്നലില്ലാഹി ഇബാദം ഫൂതന ത്വല്ലഖുദ്ദുനിയാ വഖാഫുൽ ഫീതന. ദുന്യാവിനെ ത്വലാഖ് ചൊല്ലിയിട്ട് സമ്പത്ത് വന്ന് കൂടുമ്പോ പേടിച്ചുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തിന്റെ ഒക്കെ ചരിത്രത്തിൽ കാണാമല്ലോ. അവർക്ക് വന്നുകൂടുന്ന സമ്പത്ത് മുഴുവനും അവർ കൊടുത്തു തീർത്തില്ലേ? എന്തേ? ഈ സമ്പത്ത് കൊണ്ട് നാളെ പരലോകത്ത് കുടുങ്ങിപ്പോയേക്കാം. ചെറിയ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയാൽ നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അടുത്തത് ഒന്ന് പറയ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അഞ്ചാമത്തത് പറയ്
നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ആയത്? ഇതുവരെ കൺഫ്യൂഷൻ വന്നില്ലല്ലോ. ആ കൺഫ്യൂഷൻ ഇതുവരെ വന്നില്ലല്ലോ. 4 ഖുലഫാവിന്റെ പേര് പറഞ്ഞപ്പോ അത് ഉറപ്പാ. അടുത്തത് 5ാമത്തെ പേര് ആരുടേത് പറയണമെന്ന് ചരിത്രത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയണമെന്ന് ചിലർ പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പേര് പറയണമെന്നാ. 5ാമത്തത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പേര് പറയണമെന്നാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത്. ഇബ്നു ഔഫിന്റെ പേര് പറയണം. 4 ആളെ പേര് പറഞ്ഞ 5ാമത്തെ ആള് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളെ പേര് പറയുമ്പോ 5ാമത്തെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പറയണം. എത്രയാണ് താനൊക്കെ ധർമ്മം ചെയ്ത് കൂട്ടിയതിന് കയ്യും കണക്കുമുണ്ടോ? ധർമ്മം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ സമ്പത്തുകൾ കൊത്തിവലിക്കാൻ, സ്വർണമലകൾ കൊത്തിവലിക്കാൻ താൻ കൂടെ കൊണ്ടു നടക്കുന്ന തൊഴിലാളികൾ ഡസൻ കണക്കിന് തൊഴിലാളികളാ തന്റെ കൂടെ 24 മണിക്കൂറും. എന്നിട്ട് അവരിങ്ങനെ ആ സമ്പത്ത് ഇങ്ങനെ കൈക്കോട്ടും പിക്കാസും എടുത്ത് കൊത്തി വലിച്ചിട്ട് അവരുടെ കയ്യിൽ തഴമ്പ് കെട്ടിയിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ സമ്പത്ത് ധർമ്മം കൊടുത്തിട്ട്. ഒരിക്കൽ മദീന പള്ളിയുടെ സൈഡിൽ നിന്ന് ഭയങ്കര ബഹളം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലിരുന്നു കൊണ്ട് ചോദിക്കുന്നു, എന്താണ് ആ ശബ്ദം? പോയി നോക്ക്. ആരോ പുറത്ത് പോയി നോക്കി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ സമ്പത്ത് കച്ചവട സംഘം വന്നതാ. വലിയ കച്ചവട സംഘം കൊണ്ടെന്ന് ഇറക്കിയതാ. അത് വിൽക്കലും കൊള്ളലും മാർക്കറ്റിലെ ബഹളമാണ് കേൾക്കുന്നത്. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പടച്ചവനെ, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലാസ്റ്റ് സ്വർഗത്ത് പോകുന്ന മനുഷ്യൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആണെന്ന്. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന ലാസ്റ്റ് സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആണത്രേ. ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, 4 ഖുലഫാഇനെ എണ്ണിക്കഴിഞ്ഞാൽ ഇനി 5ാമത്തെ പേര് ആരുടേത് എണ്ണണമെന്ന് പണ്ഡിതന്മാര് 2 ആളെ അഭിപ്രായം പറഞ്ഞത്. ഒന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറയണമെന്ന് പറഞ്ഞു, മറ്റു ചിലർ പറഞ്ഞു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പേര് പറയണം. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പേര് പറയണം എന്നാ. ആ തർത്തീബ് അത്രയും ബഹുമാനമാണ്. പക്ഷേ സ്വർഗത്തിലേക്ക് പോകുന്ന അവസാനത്തെ സ്വഹാബി അദ്ദേഹമാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കച്ചവട സംഘം വന്നതാണ്. ആയിഷാ ബീവി ഇത് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉടനെ തന്നെ ചെന്നുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ആ വിശേഷം പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, പഠിച്ചവനെ, എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞോ? റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞോ? ഉമ്മാ, അതേ പറഞ്ഞു മോനെ അബ്ദുറഹ്മാനെ, നിന്നെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഞാൻ കേട്ടുകൊണ്ട് തന്റെ അന്ന് കിട്ടിയ മുഴുവൻ സമ്പത്തും പാവങ്ങൾക്ക് ധർമ്മം കൊടുത്തു. ഒരൊറ്റ പൈസ അതിൽ നിന്ന് താൻ എടുത്തില്ല, മുഴുവൻ ധർമ്മം കൊടുത്തു. ഭയങ്കര ധർമ്മിഷ്ഠനാ. താൻ ഡസൻ കണക്കിന് തൊഴിലാളികളെയാണ് സ്ഥിരം കൊണ്ടു നടക്കുന്നത്. എന്തിന്? തന്റെ സ്വർണമലകൾ കൊത്തിവരിച്ചുകൊണ്ട് ധർമ്മം കൊടുക്കാൻ. അവരുടെ കയ്യിൽ തഴമ്പ് പിടിച്ചിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു കടലാസിന്റെ തുണ്ട്, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ എന്തോ ഒരു പേപ്പറിന്റെ തുണ്ട് കിടക്കുന്നു, അത് എടുത്തിട്ട് അപ്പുറത്തേക്കാണ്ട് ചുരുട്ടി ഇടാൻ വേണ്ടിയിട്ട് കുനിഞ്ഞ് അത് എടുത്തു നോക്കി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആണ് എടുത്തു നോക്കിയതെങ്കിൽ അവിടെ ഒരു സ്വർണ്ണക്കട്ടുണ്ടാവുന്ന. നടക്കുന്നിടത്ത് മുഴുവനും ഈ നിലക്ക് അല്ലാഹു തആല കൊടുത്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തിരിച്ചും കൊടുത്തു. റബ്ബിന്റെ ദീനിന് വേണ്ടി കൊടുത്തു. ഈ കോലത്തിൽ ധർമ്മം കൊടുത്തു. എന്നിട്ട് നാളെ പരലോകത്ത് വരുമ്പോ ലാസ്റ്റ് സ്വർഗത്ത് പോകുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാ. എന്താ കാരണം? കണക്ക് പറഞ്ഞു തീരൂലാന്നാ അള്ളാഹിനോട്. അള്ളാഹു അങ്ങനെ നിർത്തിയിട്ട് ചോദിക്കും, നിന്റെ നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ സമ്പത്തൊക്കെ? ഏത് മാർഗത്തിൽ നീ ചെലവഴിച്ചു? അതിന്റെ വരവിന്റെ കണക്കും ചെലവിന്റെ കണക്കും അള്ളാഹുവിന്റെ മുമ്പിൽ റബ്ബ് ചോദിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ പറയാ. ഇന്നപ്പോൾ ഇത്ര കിട്ടി, ഇന്നേടത്തുനിന്ന് ഇത്ര കിട്ടി, അതൊക്കെ ഇന്നേടത്ത് ഇത്ര കൊടുത്തു, ഇത്ര കൊടുത്തു, ഇത്ര കൊടുത്തു, കൊടുത്തു 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 കണക്കങ്ങനെ പറഞ്ഞ് അപ്പോഴേക്ക് നമ്മളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കൊന്നും വല്ലാതെ പറയണ്ടാവില്ലല്ലോ, എല്ലാ പണിയും വേഗം കഴിയും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടേ അള്ളാഹു വിടുള്ളൂ എങ്കിൽ എന്നെ നിങ്ങളെ റബ്ബ് എങ്ങനെ കൈകാര്യം ചെയ്യാം? ഇതുകൊണ്ടാണ് സമ്പത്ത് വന്ന് പെടുമ്പോൾ സ്വാലിഹീങ്ങളും മഹാന്മാരായ ആളുകൾ മുഴുവനും തന്റെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റിവെക്കാൻ, അതിനെ തൊട്ട് പേടിച്ച് അവർ ഓടാൻ തയ്യാറായത്. അബൂദുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ പോലെ ബഹുമാനപ്പെട്ട അബൂദുർ ഗിഫാരി റളിയല്ലാഹു അൻഹു വിചാരിച്ചാൽ മക്കയും വാങ്ങാം, മദീനയും വാങ്ങാം.
ഒരു പ്രയാസവുമില്ല. ഒരു കെട്ട് ബീഡി വാങ്ങുന്ന കാശില്ല, അത്രയും പ്രയാസം തോന്നുന്നില്ല. ഒരു തീപ്പെട്ടി വാങ്ങുന്ന കടയിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിക്കുന്ന വില പോലുമില്ല. അബ്ദുറഹ്മാൻ ഇബ്നു അബൂ ഖലീഫാരി റളിയല്ലാഹു അൻഹുവിനെ മക്കയും മദീനയും മൊത്തം കാശ് കൊടുത്തു വാങ്ങല്. അത്ര കോടീശ്വരനാണ്. അങ്ങനെ അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അതാ ആരുമില്ലാത്തൊരു മലമുകളിൽ പോയി താമസിക്കേണ്ടി വന്നു. ഞാൻ ചുരുക്കി പറയുകയാണ്, ചരിത്രം നീട്ടി പറയൽ എൻ്റെ ലക്ഷ്യമല്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അസ്ഫാൻ പർവ്വതത്തിന്റെ മുകളിൽ പോയി ഒറ്റപ്പെട്ടൊരു പ്രദേശത്ത് താമസിക്കുകയാണ്. മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, ഇന്നെന്റെ മരണം നടക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ രോഗം അതികലശലായിരിക്കുന്നു. ഞാൻ ഇന്നങ്ങ് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മക്കായിലും മദീനയിലും പോകുമ്പോൾ അവിടെ കാണുന്ന കാരക്കത്തോട്ടങ്ങളും അവിടെ കാണുന്ന കൃഷിയിടങ്ങളും ഒട്ടകക്കൂട്ടങ്ങളും ബിൽഡിങ്ങുകളും കണ്ടുകൊണ്ട് ഓരോരുത്തരും പറഞ്ഞു തരും, ഇത് നിങ്ങളെ വാപ്പൻ്റെതായിരുന്നു, അത് നിങ്ങളെ വാപ്പാൻ്റെതായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരും നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ സമയത്ത് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് വിഷമമുണ്ടാവരുത്. ഇത്രയൊക്കെ സമ്പത്ത് നിങ്ങളെ വാപ്പാക്കുണ്ടായിട്ട് അത് മുഴുവനും ഞങ്ങളെ വാപ്പ കളഞ്ഞു കുളിച്ചില്ലേ, ഞങ്ങൾക്കൊരു 10 പൈസയും വെച്ചില്ലല്ലോ എന്ന് എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയുണ്ടാവരുത്. അല്ലാഹ് സമ്പത്ത് മുഴുവനും വന്നു ചേരുമ്പോ പേടിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. പക്ഷേ അത് എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ, എൻ്റെ ഉടമാവകാശത്തിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് പറയാനുണ്ടായിരുന്നത് ഫാറഹത്തു നഫ്സി, എൻ്റെ ശരീരം സംതൃപ്തമായി എന്നാണ്. മുഴുവനും കൊടുത്തത് റബ്ബിന്റെ ദീനിന് വേണ്ടിയാണ്. അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത മാർഗത്തിൽ ഒരൊറ്റ പൈസ പോലും ചെലവാക്കിയിട്ടില്ല. മുഴുവനും ഞാൻ റബ്ബിന്റെ ദീനിനാണ് കൊടുത്തത്. നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് എന്നെ വിസ്തരിക്കും, പ്രതിക്കൂട്ടിൽ വെച്ച് വിസ്തരിക്കുമെന്ന് എനിക്ക് പേടിയില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് മക്കൾക്ക് കൊടുത്ത പൈതൃകം. പറഞ്ഞ പോലെ ആ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗം ചോദിക്കുന്നു, ഒരു മകൻ ചോദിക്കുന്നു, അല്ല ഉപ്പാ, നിങ്ങൾ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മയ്യത്ത് കഫൻ ചെയ്യാനുള്ള തുണി ഏത് പെട്ടിയിലാണ് വെച്ചത് ഉപ്പാ എന്ന് ചോദിക്കുമ്പോ ആ വാപ്പ പറയുന്ന മറുപടി, നസീതുഹാ, ഞാനത് മറന്നുപോയി. എന്നെ കഫൻ ചെയ്യാനുള്ള 3 കഷ്ണം തുണി വാങ്ങി സൂക്ഷിക്കാൻ പോലും ഞാൻ മറന്നുപോയി. അതൊക്കെയും കൊടുത്തു, കഫം പുടക്കുള്ള തുണിയും കൊടുത്തു, എല്ലാം കൊടുത്തു തീർത്തു. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? മക്കളെ, നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ ഇന്നങ്ങ് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്റെ മയ്യത്തും താങ്ങിപ്പിടിച്ചുകൊണ്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി. അള്ളാഹു എവിടെയും സഹായം എത്തിക്കുന്നവനാണ്. എന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇന്ന പ്രദേശത്ത് കൊണ്ടുപോയി വെച്ചാൽ അതിലൂടെ വല്ല മുസ്ലിമീങ്ങളും കടന്നു വരും. അപ്പോൾ നിങ്ങൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞാൽ മതി, യാ മഅശറൽ മുസ്ലിമീൻ ഹാദിഹി ജനാസത്തു ഹബീബി റസൂലില്ലാഹ്. ഈ കാണുന്ന ജനാസ ആരുടേതാണെന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹബീബാണ് ഈ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ പരിചയമുള്ള ഒരാളും എന്നെ മറവ് ചെയ്യാതെ പോവുകയില്ല. പറഞ്ഞ പോലെ ആ വാപ്പ അന്ന് മരിച്ചു. മക്കള് പെട്ടിച്ചു നോക്കുമ്പോൾ മക്കൾക്ക് പഴുത്തെടുക്കാനുള്ള ആധാരക്കെട്ടുകളില്ല, റെഡി കാശുകളൊന്നും ബാലൻസ് ഇല്ല. മക്കളതാ വാപ്പന്റെ ജനാസയും താങ്ങിപ്പിടിച്ചുകൊണ്ട് വാപ്പ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി. ഉച്ചവരെ കാത്തിരുന്നിട്ടും അതിലൂടെ ആരും കടന്നു വരുന്നില്ല. മക്കള് നിരാശപ്പെടുന്നു. ആ വെയിലിന്റെ തീഷ്ണമായ ചൂട് പരിസര പ്രദേശങ്ങളിലെ പാറക്കല്ലുകളിലേക്ക് അടിച്ച് അതിൽ നിന്ന് വമിക്കുന്ന ചൂട് അവർക്ക് തീച്ചൂളയായി അനുഭവപ്പെടാൻ തുടങ്ങി. ശരീരം കരിഞ്ഞ് വാസനിക്കത്തക്ക വിധത്തിലുള്ള മണൽപ്പരപ്പിലാണ് ഈ മയ്യത്തും വെച്ച് കിടക്കുന്നത്. ഉച്ചവരെ കാത്തിരുന്നിട്ടും പരിസര പ്രദേശങ്ങളിലെ തീഷ്ണമായ ചൂട് സഹിക്കവയ്യാതെ നിരാശപ്പെട്ടപ്പോൾ അതാ ഒരു കൂട്ടം മുസ്ലിമീങ്ങൾ കടന്നു വരുന്നു. അവര് മക്കായിൽ നിന്ന് വരുന്നവരാണ്. മദീനയിലെ ഊടുവഴിയിലേക്ക് പ്രവേശിച്ചപ്പോൾ മനസ്സിലായി ഇത് റസൂലുള്ളാഹിന്റെ സഹാബത്തിൽപ്പെട്ടവരാണ്, ഹജ്ജ് കഴിഞ്ഞ് വരുന്നവരാണ്, മദീനത്തേക്ക് പോകുന്നവരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ വാപ്പ പറഞ്ഞു തന്ന പോലെ ആ മക്കൾ വിളിച്ചു പറഞ്ഞു,
യാ മആശറൽ മുസ്ലിമീൻ ഹാദിഹി ജനാസത്തു ഹബീബി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബായ ഒരു മനുഷ്യന്റെ ജനാസയാണിത്. ഇത് സംസ്കരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്, ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന അർത്ഥത്തിൽ അവരങ്ങ് വിളിച്ചു പറഞ്ഞപ്പോ, ആരെ പഠിച്ചവനെ റസൂലുള്ളാഹിന്റെ ഒരു ഹബീബ് ഇവിടെ വരുന്നത്? കൂട്ടത്തിലുണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് മുഖമങ്ങ് നോക്കിയപ്പോ കണ്ട കാഴ്ച തനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അനേകം വിധവകളെ വായിക്കുന്നതിൽ, അനേകം യതീമക്കളെ സംരക്ഷിക്കുന്നതിൽ, അനേകം ഫുതുഹാത്തുകൾ നേടിയെടുക്കുന്നതിൽ, അനേകം ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന് സമ്പത്ത് ചെലവഴിച്ച കൂമ്പാരത്തിന്റെ പട്ടിക നേരിട്ട് കണ്ട് ദീർഘസാക്ഷിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ കോടീശ്വര പ്രഭുവിന്റെ ചരിത്രം പറഞ്ഞ് പ്രസംഗിക്കുകയും തന്റെ കൂടെയുള്ള 12 സഹാബികൾ പിരിവെടുത്തുകൊണ്ടാണ് ഈ കോടീശ്വരനെ 6 അടി മണ്ണിന്റെ ഉള്ളിൽ മറവ് ചെയ്തത്. എന്തേ ദുന്യാവ് വന്നുകൂടിയപ്പോ സഹാബത്തൊക്കെ ഇങ്ങനെ ചെയ്യാൻ കാരണം?